CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നടനും DMDK സ്ഥാപകനുമായ വിജയകാന്ത് അന്തരിച്ചു. കോവിഡ് ബാധിതനായ അദ്ദേഹം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കടങ്ങോട് പടിഞ്ഞാറ്റുമുറിയിൽ വീട് കത്തിനശിച്ചു. പള്ളിമേപ്പുറം സക്കീർ ഹുസൈൻ റോഡിലാണ് സംഭവം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ക്ഷേത്രക്കുളത്തിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. പെലക്കാട്ട് പയ്യൂർ കാരട്ടിയിൽ 50 വയസ്സുള്ള ബാലന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും പഴഞ്ഞി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാൻ തൃശൂർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷം സമാപിച്ചു. പാർവതീദേവിക്ക് പട്ടും താലിയും സമർപ്പിച്ച് അനുഗ്രഹം തേടിയത് ആയിരങ്ങൾ. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ തെങ്ങ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മുരിങ്ങത്തേരി കോളനിയിൽ കുന്നത്ത് വീട്ടിൽ ശെൽവൻ മീനാക്ഷി ദമ്പതികളുടെ വീടാണ് തകർന്നത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ ബൈബിൾ പകർത്തിയെഴുതിയവരെ ആദരിച്ചു. ഇടവകാംഗങ്ങളായ 6 പേരെയാണ് ആദരിച്ചത്. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമന്വയം 2023 എന്ന പേരിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള വലിയ ശ്രമം രാജ്യത്ത് നടക്കുമ്പോൾ അവയെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് AC മൊയ്തീൻ MLA. അർബൻ സഹകരണ സൊസൈറ്റി പുതുവത്സരത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന സൌജന്യ ആംബുലൻസ് സർവീസും ചികിത്സാ ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം MLA നിർവഹിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. പടിഞ്ഞാറേ നടയിൽ നടന്ന ഫാസിസ്റ്റ് വിമോചന സദസ്സ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു. കടങ്ങോട് തെക്കുമുറി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ലക്ഷദീപ സമർപ്പണം നടത്തി. മണ്ഡലം 41 ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ചത്. മണലി പുലിച്ചക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ട് ഭക്തി നിർഭരം. ഡിസംബർ 21 മുതൽ ആരംഭിച്ച തിരുവുത്സവ ചടങ്ങുകൾക്ക് ആറാട്ടോടെ സമാപനമായി. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ചെറുതാലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീഭഗവതി താലപ്പൊലി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര പരിസരത്ത് ലക്ഷദീപം തെളിയിച്ചു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ചുമതലയേറ്റു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന സ്പെഷ്യൽ കൺവെൻഷനിലായിരുന്നു സ്ഥാനാരോഹണം. ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് ആദ്യ കടലാമ മുട്ടയിടാനെത്തി. ഇന്ന് പുലർച്ചെയാണ് 2 കടലാമകൾ മുട്ടയിടാനെത്തിയത്. മരത്തംകോട് അമ്പലംപള്ളി ദേശവിളക്കിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. സിനിമാ സീരിയൽ താരങ്ങളായ സോഫി ആന്റണിയും ഹണി സോമനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി അനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പഴവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗായത്രി യജ്ഞവും ഹോമവും നടന്നു. പുതുമന തന്ത്ര വിദ്യാലയം പ്രധാന ആചാര്യൻ പുതുമന മഹേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. KSKTU പുന്നേർകുളം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ ഭാഗമായി ഉപ്പുങ്ങൽ പാടശേഖരത്തിൽ നടത്തുന്ന നെൽകൃഷിയുടെ ഞാറുനടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം സംഘടനാ ജില്ലാ സെക്രട്ടറി TK വാസു നിർവഹിച്ചു. കോൺഗ്രസ് 139ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വേലൂർ ചേർത്തല മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ഡിസംബർ 26, 27 തീയതികളിലായിരുന്നു ആഘോഷങ്ങൾ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മിക്കാം ഒത്തുകൂടാം എന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. പുന്നയൂർ ശ്രീ പാവിട്ടകുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ മാതൃസമിതികളുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. ആൽത്തറ തൃപ്പറ്റ് സ്വദേശി RM ജാബിറിന്റെ പ്രഥമ പുസ്തകമായ മലാല ഗാന്ധി ഡിസംബർ 30 ദേശീയ പുരസ്കാര ജേതാവും എഴുത്തുകാരിയും കവയിത്രിയുമായ MA മുംതാസ് ടീച്ചർ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ഫീനിക്സ് ഓക്സിലറി ഗ്രൂപ്പിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം ക്രിസ്തുമസ് കരോൾ നടത്തി. മരത്തംകോട് ചുറ്റിലങ്കാട് ദേശം ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിത്തിരുത്തി പുറമലക്കുന്ന് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഗംഭീര ദേശവിളക്ക് ആഘോഷിച്ചു. മഹാരാഷ്ട്രയിൽ നടന്ന അണ്ടർ-18 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ ടീമിലെ അംഗമായിരുന്ന നസാനെ മുസ്ലിം യൂത്ത് ലീഗ് പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ആദരിച്ചു.
വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് സമാപനമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും കുറുമാൽ സാൻ ദാമിയാനോ കപ്പൂച്ചിൻ ആശ്രമത്തിലെ വൈദികരും ബ്രദറും പങ്കുചേർന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.